മക്കളെങ്ങനെ നമ്മൾ പേഴ്സൻറ്റേജിന്റെ ശതമാനത്തിന്റെ രണ്ട് പാർട്ടുകൾ വളരെ വൃത്തിയായി പഠിച്ചു. 2021, 2022 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇതോടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഒരേ ചോദ്യം തന്നെ പല വഴികളിലൂടെ നമ്മൾ ചെയ്തു പഠിച്ചു. നമ്മൾ ഇതേ പോകുന്നതാ 2023 ചോദ്യങ്ങളിലേക്ക്. 2023 അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, 15 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം, പഠിച്ച് മുന്നേറാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 400ന്റെ 22.5% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 400ന്റെ എന്ന് പറഞ്ഞാൽ അന്റെ അല്ലെങ്കിൽ ഉടേ കണ്ടാൽ എന്ത് ചെയ്യണം? 400ന്റെ എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ഗുണിക്കണം. 400ന്റെ എത്ര ശതമാനം? 22.5%. 100ൽ 22.5 ഭാഗം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരായി. 400ഉം 100ഉം ചെറുതാക്കാം, അല്ലെ? 400ൽ എത്ര നൂറുകൾ? 4 നൂറുകൾ. 4 ഗുണം 22 ചെയ്താൽ നമ്മുടെ ഉത്തരായി. 22 ഗുണം 4 എത്രയാണ്? 22 ഗുണം 4 ചെയ്താൽ നമുക്ക് 88 എന്ന് കിട്ടും, അല്ലെ? 22 × 4 ചെയ്താൽ 88. ഇനി എന്തുകൂടി ചെയ്യണം? 4 അരയും കൂടി ചേർക്കണം, അല്ലെ? അരയും ചേർന്നാൽ 1, വീണ്ടും അരയും ചേർന്നാൽ 1, അങ്ങനെ 2 ഒന്നുകൾ ചേർന്നാൽ 2, അല്ലെ? അപ്പൊ 4 അരകൾ ചേർന്നാൽ 2, അല്ലെങ്കിൽ 4 × 1/2 ചെയ്താൽ ഇങ്ങനെയും കിട്ടും ഉത്തരം. അപ്പൊ 88ഉം 2ഉം കൂട്ടിയാൽ കിട്ടുന്ന 90 ആണ് നമ്മുടെ ഉത്തരം. 90, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് നേരായ വഴിയിൽ ചെയ്തോ. 400ന്റെ 22.5% ഇങ്ങനെ എഴുതുന്നു. 400ൽ എത്ര നൂറുകൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. 4 നൂറുകൾ ഉണ്ടെന്ന്. ഇനി ബാക്കി അപ്പുറത്ത് ചെയ്യാം. അപ്പൊ 4 ഗുണം 22.5 എന്ന് കിട്ടി, അല്ലെ? ഇത് മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഇതിനൊരു വിഷമ ഭിന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? 22നെ 2 കൊണ്ട് ഗുണിക്കും. 22 ഗുണം 2 ചെയ്താൽ 44 എന്ന് കിട്ടും. കിട്ടിയ ഉത്തരത്തിന്റെ ഒപ്പം മുകളിൽ കിടക്കുന്ന 1 കൂട്ടും. എത്രയാ? 45 എന്ന് കിട്ടും. ബൈ താഴെ കിടക്കുന്നത് ആരാണോ അവനെ ഇവിടെയും താഴെ ഇറക്കി എഴുതണം. 45/2. ഇത് സോൾവ് ചെയ്താലും നമ്മുടെ ഉത്തരം കിട്ടും. 4ൽ എത്ര രണ്ടുകൾ? 2 രണ്ടുകൾ. 45 ഗുണം 2 എന്ന് പറഞ്ഞാൽ 45ന്റെ ഇരട്ടി കാണുക എന്നുള്ളതാണ്, അല്ലെ? 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഡബിൾ ചെയ്യുക, ആ സംഖ്യയുടെ ഇരട്ടി കാണുക എന്നുള്ളതാണ്. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ പകുതി കാണുക എന്നുള്ളതാണ്. ഇത് മറക്കരുത്. അപ്പൊ 45 ഗുണം 2 എന്ന് പറഞ്ഞാൽ 45ന്റെ ഇരട്ടി, അതായത് 90. ഇങ്ങനെയും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ദേ പോകുന്നു നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു കച്ചവടക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. 50% എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 50% എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പകുതിയാണ്, അല്ലെ? അപ്പോ ഒരു കച്ചവടക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പകുതി ആപ്പിൾ വിറ്റു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എന്താ പറയുന്നത്? ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ബാക്കിയുണ്ട് എങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? എന്താല്ലേ? അപ്പോ ആ കച്ചവടക്കാരന്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, അതിന്റെ പകുതി അദ്ദേഹം വിറ്റു, അതായത് ബാക്കി പകുതി അവിടെ ഇരിക്കുന്നുണ്ട്. അത് എത്ര എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്? 450. പകുതി 450 ആണെങ്കിൽ മുഴുവൻ എത്രയാടാ? 450ന്റെ ഇരട്ടി. 450ന്റെ ഇരട്ടിയാണ്, അല്ലെ? 50% എന്ന് പറയുന്നത് 450. അപ്പൊ 100% എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 50 100 നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 450നെയും 2 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരായി. 450ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 900. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമ്മൾ നേരെ പോകുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 200ന്റെ 20%. 200ന്റെ 20%. നമ്മൾ 200ന്റെ 20% ഇങ്ങനെ എഴുതുന്നു. 200ൽ എത്ര നൂറുകളുണ്ട്? 2 നൂറുകൾ. 20 ഗുണം 2 എന്ന് പറഞ്ഞാൽ 20ന്റെ ഇരട്ടി, അത് നമുക്കറിയാം, 40. ഓപ്ഷൻ സി ആണ്. നോക്കണം, സെയിം മോഡൽ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. 600ന്റെ 8%. 600ന്റെ എന്ന് കണ്ടാൽ ഗുണിച്ചേക്കണം.
600-ന്റെ 8%. 8/100. 600-ൽ എത്ര നൂറുകൾ? 6 നൂറുകൾ. 6 ഗുണം 8 48. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. 6 8 48. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടിയപ്പോൾ കിട്ടിയത് 66. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയില്ല സംഖ്യ ഏതാണെന്ന്. അറിയാത്ത സാധനത്തിനെ എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അറിയാത്ത സംഖ്യ എക്സ് എന്ന് എടുക്കുന്നു. ആ എക്സിനോട് എന്ത് ചെയ്തു? കൂട്ടി. എന്ത് കൂട്ടി? ആ എക്സിന്റെ ആ സംഖ്യയുടെ 10%, അതായത് 100-ൽ 10 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോൾ 66 കിട്ടി. എങ്കിൽ എത്രയാണ് എക്സിന്റെ വില, അല്ലെങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ചോദ്യം. ചോദ്യത്തിന് നമ്മൾ കണക്കിന്റെ ഭാഷയിലേക്ക് മാറ്റി. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, ഈ രണ്ട് പദങ്ങളിലും കോമൺ ആയിട്ട് ആരുണ്ട്? എക്സ് ഉണ്ട്. നമുക്ക് എക്സിനെ പുറത്തെടുക്കാലോ. എക്സിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ പദത്തിൽ നിന്ന് ഫസ്റ്റ് ടേമിൽ നിന്ന് എക്സ് പുറത്തേക്ക് വന്നു. അപ്പൊ ബാക്കി ആരേ ഉള്ളിലുള്ളൂ? ഉള്ളിൽ 1 മാത്രം അല്ലെ? ഇനി രണ്ടാമത്തെ പദത്തിൽ നിന്ന് സെക്കൻഡ് ടേമിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുത്താലോ? എക്സ് പുറത്തേക്ക് വന്നാലോ? ബാക്കി അവിടെ ആരേ ഉള്ളൂ? അവിടെ 10/100 അത് മാത്രമേ ഉള്ളൂ. അത് 66. ഈ 10/100 നമുക്ക് ചെറുതാക്കാം അല്ലെ? ഈ 0 കട്ട് ചെയ്ത് കളയാം. എക്സ് ഇൻറ്റു 1 + 1/10 = 66 എന്ന് കിട്ടും. ഇത്രയും നമുക്ക് എത്തിക്കാം. ഇനി ബാക്കി ചെയ്താൽ പോരെ? അപ്പുറത്ത് ചെയ്യാം. എക്സ് ഇൻറ്റു 1 + 1/10 എന്ന് പറയുന്നത് 66 ആണെന്ന് കിട്ടും. എക്സിന്റെ വില കണ്ടുപിടിക്കാം. ബ്രാക്കറ്റിനകത്തുള്ള ആളുകളെ ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ക്രോസ് ചെയ്യുന്നു. 1 × 10 10 പ്ലസ് നടുവിൽ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ ആരുമില്ല, അപ്പൊ നമ്മൾ 1 ഇട്ടു. ബൈ താഴെ ആരിയ്ക്കുന്നു? 10 ഇരിക്കുന്നു. = 66. എക്സ് ഇൻറ്റു 10 1 കൂട്ടിയാൽ 11/10 എന്ന് കിട്ടും. = 66. അപ്പൊ എക്സിന്റെ വില എത്രയാ? എക്സ് = 66. ഹരിക്കണം 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം 10 ആകുന്നു. ഗുണിക്കണം 11 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഹരിക്കണം 11 ആകുന്നു. 66-ൽ എത്ര 11കൾ? 6 11കൾ. 6 × 10 നമ്മുടെ ഉത്തരമായി. അത് 60 ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡിയിൽ കിടക്കുന്ന 60. ക്ലിയർ അല്ലടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഏതോ ഒരു സംഖ്യയുടെ 40% 32. ഏതാണ് സംഖ്യ? സംഖ്യ നമുക്കറിയില്ല. എക്സ് എന്ന് എടുത്തു. ആ സംഖ്യയുടെ, അവിടെയാണ് നമ്മുടെ പരിപാടി. ആ സംഖ്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻറ്റു ഇട്ടു. എത്ര ശതമാനം? 40%. അതായത് 100-ൽ 40. അത് എത്രയും തന്നിരിക്കുന്നു? 32 തന്നിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ 40%-നൊക്കെ ചെറുതാക്കാം കേട്ടോ. 0 കട്ട് ചെയ്ത് കളയാം. 4-നെയും 10-നെയും 2 കൊണ്ട് ചെറുതാക്കാലോ. 4-ൽ 2 2കൾ, 10-ൽ 5 2കൾ. അപ്പൊ നമുക്കിതിനെ ചെറുതാക്കിയപ്പോൾ കിട്ടി എക്സ് ഇൻറ്റു 2/5 = 32. ഓക്കെ, ഇനി എക്സിന് മാത്രം ഇവിടെ നിർത്തുന്നു. കൂടെ അധികപ്പറ്റായി നിൽക്കുന്ന 2/5 അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പൊ അവിടെ 32 ഓൾറെഡി ഉണ്ട്. എടാ, ഈ ഹരിക്കണം 5 താഴെ കിടക്കുന്ന 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം 5 മുകളിലാകുന്നു. മുകളിൽ കിടക്കുന്ന 2 ഗുണിക്കണം 2 ആണ്. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം 2 ആകുന്നു. താഴേക്ക് പോകുന്നു 2. 32-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ അത് 16 ആണ്. 16 × 5 ചെയ്താൽ നമ്മുടെ ഉത്തരായി. 10 5കൾ 50 ആണ്. 6 5കൾ 30 ആണ്. 50-ഉം 30-ഉം ചേർന്ന് നമ്മുടെ ഉത്തരം കിട്ടി. അത് 80. 80 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ എയിൽ കിടക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ. മക്കളെ, ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സംഖ്യയുടെ 25%-ഉം 35%-ഉം തമ്മിലുള്ള വ്യത്യാസം അത് 250 ആണെങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ശതമാനങ്ങളുടെ വ്യത്യാസം എടുക്കാം. വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു. 35-ൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് കിട്ടും 10. അപ്പൊ ശതമാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 10. ഈ വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. എത്രയെന്ന്? 250 എന്ന്. നമ്മുടെ പരിപാടി കഴിഞ്ഞു.
10% എന്ന് പറയുന്നത് 250 ആണെങ്കിൽ ആ സംഖ്യ, ആ മുഴുവൻ സംഖ്യ, അതായത് എത്ര? 100%. 100% എന്ന് പറയുന്നത് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാലോടാ. 10 100 ആകാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 10 കൊണ്ട് ഗുണിച്ചു. അപ്പുറത്ത് ചെയ്യണോ? അപ്പുറത്ത് ചെയ്യാല്ലേ, ഇവിടെ എഴുതാൻ പറ്റുന്നില്ല. 10% എന്നത് 250 ആണ്. അപ്പൊ 100% കണ്ടുപിടിക്കണം. 10 100 ആകാൻ നമ്മളിവിടെ 10നെ 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ആ പരിപാടി ചെയ്താൽ മതി. ഇൻറ്റു 10 ചെയ്താൽ മതി. 250 ഗുണിക്കണം 10. എളുപ്പല്ലേ? ആ 250 എഴുതുക. 10ൽ ഒരു 0. ഉത്തരത്തിൽ ആ ഒരു 0 ചേർക്കുക. ഉത്തരം 2500. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. ഇതല്ലാതെ വലിച്ചു വരി ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്, ഞാനത് ഇവിടെ പറയുന്നില്ല. 8ാമത്തെ ചോദ്യം എങ്ങനെ? 700ന്റെ 20% എത്ര? ഈ ടൈപ്പ് കുറെ ആയാലും നമ്മൾ ചെയ്യുന്നു. എടാ, നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിന്റെ ഉത്തരം പ്ലീസ് കമന്റ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ശരിയായ ഉത്തരം കമന്റ് ചെയ്യുന്നവർക്ക് ഞാനൊരു ഹാർട്ട് റിപ്ലൈ തരും. എൻ്റെ സ്നേഹം. അപ്പൊ 700ന്റെ 20% എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 20% എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ ചെയ്യുക, ഉത്തരം കമന്റ് ചെയ്യുക. എത്ര പേർക്ക് കിട്ടിയെന്ന് ഞാൻ നോക്കട്ടെ. മക്കളെ, 9ാമത്തെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഭീകര ചോദ്യമാണെന്ന് തോന്നും. വലിച്ചു വാരി നീട്ടി പരത്തി എഴുതിയിട്ടുണ്ട്. ഒരു ചുക്കൂല. മനസ്സിരുത്തി വായിച്ചേ. ഒരു ക്ലാസ് പരീക്ഷയിൽ 15 പേർക്ക് 50ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അപ്പുറത്തെ പേജിലേക്ക് എഴുതാട്ടോ. 50 മാർക്കിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചവരുടെ എണ്ണം തന്നിരിക്കുന്നു 15 പേര്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 23 പേർക്ക് 50ൽ താഴെയാണ് മാർക്ക്, എന്നാൽ 10നേക്കാൾ കൂടുതലാണ് മാർക്ക്. അതായത് 10നേക്കാൾ കൂടുതലും 50നേക്കാൾ കുറവും. 10നും 50നും ഇടയിലാണ് മാർക്ക്. അങ്ങനെ 10നും 50നും ഇടയിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണമാണ് എത്ര? 23. പിന്നെന്ത് പറഞ്ഞിരിക്കുന്നു? ബാക്കി 12 വിദ്യാർത്ഥികൾക്ക് 10ൽ താഴെയാണ് മാർക്ക് ലഭിച്ചത്. ആകെ എത്ര കുട്ടികളാണെന്നുള്ളപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ബാക്കിയുള്ളത് 12 കുട്ടികളാണ്. അവർക്ക് എത്ര മാർക്കാ? 10 മാർക്കിനേക്കാൾ താഴെയാണ്. എങ്കിൽ ആകെ കുട്ടികൾ എത്രയാ? ടോട്ടൽ കുട്ടികൾ എന്ന് പറയുന്നത്, എടാ ഇതൊക്കെ കൂട്ടിയാൽ കിട്ടുന്നതല്ലേ? 15ഉം 10ഉം 25ഉം 3ഉം 28ഉം 2ഉം 30ഉം 2ഉം 50 അല്ലെ? 50 കുട്ടികളാണ് ആകെ ആ ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര ശതമാനം വിദ്യാർത്ഥികൾക്കാണ് 10നും 50നും ഇടയിൽ മാർക്ക് ലഭിച്ചത്? ഇവിടെ തന്നിരിക്കുന്ന ക്ലൂ എന്താ? മുഴുവൻ കുട്ടികൾ അഥവാ 100% എന്ന് പറയുന്നത് 50 പേരാണ്. മുഴുവൻ കുട്ടികൾ എന്ന് പറയുന്നത് 50 ആണ്. 23 കുട്ടികൾ 10നും 50നും ഇടയിൽ മാർക്ക് വാങ്ങിയത് എത്ര പേരാ? 23 പേരാണ്. 23 പേരെന്ന് പറയുന്നത് എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്യുമ്പോൾ ജോഡിയായിട്ടിരിക്കുന്ന ആളുകള് സ്വപ്ന ലോകത്ത് ആകാശത്ത് പറന്ന് നടക്കട്ടെ. നമ്മൾ മുകളിൽ ആരെ എഴുതണം? 100 ഗുണം 23 എഴുതണം. ആരാടാ സിംഗിൾ ആയിട്ടിരിക്കുന്നത്? ഈ ഇരിക്കുന്ന 50 ആണ്. പാവത്താൻ ഒറ്റയ്ക്കിരിക്കുന്നത്. 50 ഭൂമിയിൽ നിൽക്കട്ടെ, യാഥാർത്ഥ്യത്തിൽ നിൽക്കട്ടെ. ഇനി വെട്ടിച്ചെറുതാക്കാം. 100ൽ എത്ര 50കൾ? 2 50 ചേരുമ്പോഴാണ് 100. 2 എന്ന് എഴുതി. 23 ഗുണം 2 എന്ന് പറഞ്ഞാൽ 23ന്റെ ഇരട്ടി കാണുക എന്നുള്ളതാണ്. 23ന്റെ ഇരട്ടി എന്ന് പറയുന്നത് അത് 46 ആണ്. നമ്മുടെ ഉത്തരമാണ് 46%. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കണ്ട, ചോദ്യം എന്തോ നീട്ടി പരത്തി എഴുതിയിരിക്കുന്നു. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. ഇങ്ങനെ ആലോചിക്കാം. 50നെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം അല്ലെ? 50ന്റെ എത്ര ശതമാനമാണ് 23 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 50ന്റെ എത്ര ശതമാനമാണ് 23? 50നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 50നെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യുന്നത്. അടിസ്ഥാനമാക്കി ആര് ചെയ്യുന്നോ അവൻ അടിയിൽ, ആര് ബേസ് ചെയ്ത് ചെയ്യുന്നോ അവൻ ബേസിൽ താഴെ. 50നെ നമ്മൾ താഴെ എഴുതി.
ഇനി എന്താ പരിശോധിക്കുന്നത്? ഈ 50ന്റെ എത്ര ശതമാനമാണ് 23? 23 മുകളിൽ എഴുതി. എത്ര ശതമാനം എന്ന് ചോദിച്ചതുകൊണ്ട് നമ്മൾ അവിടെ 100 എഴുതി. ഓക്കെ, ഇത് ചെയ്താലും ഉത്തരവും. 100ൽ എത്ര 50കൾ? 2 50കൾ. 23 ഗുണം 2 എന്ന് പറഞ്ഞാൽ 23ന്റെ ഇരട്ടി 46. എങ്ങനെ ചെയ്താലും ഉത്തരത്തിലേക്ക് എത്താം. സെറ്റ്. മക്കളെ, 10ാമത്തെ ചോദ്യം എങ്ങനെയാടാ? ഒരു സമചതുരത്തിന്റെ വശങ്ങൾ 25% വീതമാണ് വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, ഒരു സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? എല്ലാവർക്കും അറിയാം, 4 വശങ്ങളുണ്ട്. അതിൽ ഓരോ വശങ്ങളും 25%, കാൽ ഭാഗത്തോളം വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ പുതിയൊരു സമചതുരം കിട്ടും. അപ്പൊ അതിന്റെ പരപ്പളവിൽ എത്രയാണ് വർധനവുണ്ടാകുന്നത്? എത്ര ശതമാനമാണ് വർധനവുണ്ടാകുന്നത്? അപ്പൊ വർധനവിന്റെ ശതമാനം ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സാധനം, അല്ലേ? ഇത് പഠിച്ചു വെച്ചോ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. എക്സും വൈയും ഒക്കെ ഇവിടെ സെയിമാണ്. എല്ലാ വശങ്ങളും എത്രയാണ് വർദ്ധിപ്പിക്കുന്നത്? 25% വീതമാണ് വർദ്ധിപ്പിക്കുന്നത്. 25 പ്ലസ് 25 പ്ലസ് 25 ഗുണം 25 ബൈ 100. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. 25ഉം 25ഉം കൂട്ടിയാൽ കിട്ടുന്നത് എത്ര? 50. കൂട്ടിയാൽ കിട്ടുന്നത് 50 പ്ലസ് 25നെ 100 കൊണ്ട് ചെറുതാക്കിയാൽ 4 കിട്ടും. 25/4 എത്രയാ? ചെയ്യാം. 6 4 24, അല്ലേ? 6 4കൾ 24. ബാക്കി എത്ര? 25 24 പോയാൽ ബാക്കി എത്ര വരൂടാ? 1 വരും. 1/4 എന്ന് വരും. 50 പ്ലസ് 6/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50ന്റെ കൂടെ ഈ 6 നമുക്ക് ചേർക്കാം, പൂർണ്ണസംഖ്യയാണ്. 56 എന്ന് എഴുതാം. ബാക്കി ആര്? 1/4. ഉത്തരം ഓപ്ഷൻ സിയിൽ കിടക്കുന്ന 56/4. ഓക്കെ അല്ലേ? ഒരു വട്ടം കൂടി ചെയ്യാം. ഒരു വട്ടം കൂടി ഞാനിത് പറഞ്ഞുതരാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും വർധനവിൽ എത്ര ശതമാനം വർദ്ധിച്ചോ ആ സംഖ്യയാണ് എഴുതേണ്ടത്. ഇവിടെ എക്സ് എന്ന് പറയുന്നതും 25ആണ്, വൈ എന്ന് പറയുന്നത്, അല്ലെ, സമചതുരം ആയതുകൊണ്ട് എല്ലാ വശവും ഒരേ അളവല്ലേ. വൈ എന്ന് പറയുന്നതും 25ആണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 25 × 25 ബൈ 100. അപ്പൊ നമ്മളിവിടെ കൂട്ടുന്നു. 25ഉം 25ഉം കൂട്ടിയാൽ കിട്ടുന്നത് 50 പ്ലസ്, ഞാനിവിടെ ചെറുതാക്കി 25നെയും 100നെയും. 100ൽ എത്ര 25 ഉണ്ടെന്ന് ചോദിച്ചാൽ 4 25. ഇനി ഞാൻ ചെയ്ത പരിപാടി, ഈ പരിപാടി ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും. ഞാൻ ചെയ്ത പരിപാടി ഇത്രയേ ഉള്ളൂ. 25നെ 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 6 4കൾ ചേർന്നാൽ 24 ആണെന്നും ശിഷ്ടമായിട്ട് 1 കിട്ടുമെന്നും എനിക്കറിയാം. അപ്പോൾ 25/4നെ എനിക്ക് എങ്ങനെ എഴുതാം? മുകളിൽ ഉത്തരമായി കിട്ടിയവനെ വലുതാക്കി എഴുതാം. താഴെ കിടക്കുന്ന, ശിഷ്ടമായി കിടക്കുന്ന 1, ഞാൻ പറഞ്ഞു എടാ, ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും താഴെ ആയിരിക്കില്ല. അവൻ ഒരു ദിവസം വരും, അവൻ മുകളിലേക്ക് ഉയർന്നു പൊന്തി വരും. അപ്പൊ താഴെ കിടക്കുന്ന, ശിഷ്ടമായി കിടക്കുന്ന 1 മുകളിൽ, സൈഡിൽ കിടക്കുന്ന 4 അവൻ താഴെ. അങ്ങനെ 25/4 എന്ന് പറഞ്ഞാൽ 6/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. അപ്പൊ ഞാൻ പറഞ്ഞു 25നെ എന്നല്ല, ലോകത്തുള്ള ഏത് സംഖ്യനെയും 4 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. 25ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ? 12.5, അല്ലെ? 12.5. 12.5യുടെ പകുതി എത്രയാ? 12ന്റെ പകുതി 6, അരയുടെ പകുതി 4. അങ്ങനെ ആലോചിച്ചാൽ ഉത്തരത്തിലേക്ക് എത്തും. അപ്പോ 6/4 എന്ന് ഇവിടെ എഴുതാം. 50ന്റെ കൂടെ 6/4 ചേരുമ്പോൾ നമുക്ക് 56/4 എന്ന് നിസ്സംശയം പറയാം. നമ്മുടെ ഉത്തരമായിട്ട് എഴുതാം 56/4. അങ്ങനെയാണ് ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, 11ാമത്തെ ചോദ്യം ഇങ്ങനെ: എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയുടെ 40% ആണെങ്കിൽ, അതായത് അവർ തമ്മിൽ തുല്യമാണെങ്കിൽ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കണക്കിന്റെ ഭാഷയിലേക്ക് മാറ്റുന്നു. എക്സ് മൈനസ് വൈയുടെ എന്ന് പറഞ്ഞാൽ അതിനെ ഗുണിക്കുന്നു. എന്തുകൊണ്ട്? 60% കൊണ്ട്, അതായത് 100ൽ 60 കൊണ്ട്.
ഇത് എന്തിനോട് തുല്യമാണ്? എക്സ് പ്ലസ് വൈയുടെ 40%. 40/100. സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപോലെയുള്ള ആളുകളെ നമുക്ക് വെട്ടിക്കളയാം. ആദ്യം ഈ 0 ക്യാൻസൽ ചെയ്യുന്നു, ഈ 0 ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ഇവിടെയുള്ള /10, ഈ /10നെ നമുക്ക് കട്ട് ചെയ്യാം, കാരണം തുല്യമാണല്ലോ. ഈ 6നെയും 4നെയും നമുക്ക് ചെറുതാക്കാം. രണ്ടിലും പൊതു ഘടകങ്ങളുണ്ട്. അതായത് 6 എന്ന് പറഞ്ഞാൽ ഇത് 2 × 3 ആണ്. ഇവിടെ ഇരിക്കുന്ന 4 എന്ന് പറയുന്നത് 2 × 2 ആണ്. അതായത് രണ്ടിലും 2 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ 2നെയാണ് വെട്ടിക്കളയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ബാക്കി ആരേ ഉള്ളൂ? 3, അപ്പുറത്ത് 2. അപ്പൊ നമുക്ക് കിട്ടിയത് x - y × 3 എന്നത് x + y × 2 എന്നതിനോട് തുല്യമാണ് എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്തത് അപ്പുറത്ത് ചെയ്യാം. ഇത്രയും മനസ്സിലായല്ലോ? x - y × 3 = x + y × 2. ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടിയാൽ x എന്ന് പറയുന്നത് വലിയ വിലയും y എന്ന് പറയുന്നത് ചെറിയ വിലയാണ്. അതെങ്ങനെ കിട്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാൻ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കേട്ടോ. ഈ ബ്രാക്കറ്റ് ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. 3 × x എന്ന് പറഞ്ഞാൽ 3x, നടുവിലുള്ള ചിഹ്നം മൈനസ്. 3 × y എന്ന് പറഞ്ഞാൽ അത് 3y. ഓക്കെ, സമം. അപ്പുറത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം. 2 × x എന്ന് പറഞ്ഞാൽ അത് 2x, നടുവിലുള്ള ചിഹ്നം പ്ലസ്. 2 × y എന്ന് പറഞ്ഞാൽ അത് 2y. ഇനി എക്സിനൊക്കെ ഒരുമിച്ചാക്കുന്നു, വൈനൊക്കെ ഒരുമിച്ചാക്കുന്നു. അപ്പോൾ ഇവിടെ 2x ഉണ്ട്, നമ്മൾ അതിന് അപ്പുറത്തേക്ക് തട്ടുന്നു. പ്ലസ് 2x ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്താകും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയാള് മൈനസ് ആകും, -2x ആകും. അപ്പൊ 3x - 2x എന്നത് എന്തിനോട് തുല്യമാണ്? ഇവിടെ ഓൾറെഡി ഒരു 2y ഉണ്ട്, ഞാൻ ആ 2yനെ എഴുതി. എടാ, ഇപ്പുറത്ത് കിടക്കുന്ന -3y സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകുന്നു? അത് +3y ആകുന്നു. 3xൽ നിന്ന് 2x പോയാൽ എത്ര? 3 പേനയിൽ നിന്ന് 2 പേന എടുത്ത് മാറ്റിയാൽ ബാക്കി 1 പേന, 1x. 2yയും 3yയും ചേർത്താൽ എത്ര? 2 പേനകളും 3 പേനകളും ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് 5 പേനകൾ, അഥവാ 5y. എടാ, ഈ രൂപത്തിൽ എഴുതിയാൽ നമ്മുടെ പരിപാടി എളുപ്പമായി. ഇവിടെ എക്സിന്റെ വില എന്ന് പറയുന്നത് അപ്പുറത്ത് കിടക്കുന്ന വൈന്റെ കൂടെ കിടക്കുന്ന വിലയായിരിക്കും. എക്സ് എന്ന് പറയുന്നത് 5 എന്നും വൈന്റെ വില എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന 1ന്റെ കൂടെ കിടക്കുന്ന 1 ആയിരിക്കും. വൈ എന്ന് പറയുന്നത് 1. ഇതെന്തുകൊണ്ടാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? 1നെ ഏതോ ഒരു സംഖ്യ കൊണ്ട്, അതായത് എക്സ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 5നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്, അതായത് y ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചടാ, ഇവിടെ എക്സിന്റെ വില 5 എന്ന് എടുത്താൽ അത് 1 × 5 എന്നാകും. ഇവിടെ വൈന്റെ വില ഈ ഇപ്പുറത്തിരിക്കുന്ന 1 എന്ന് എടുത്താൽ ഇത് 5 × 1 എന്നാകും. എങ്കിൽ മാത്രമല്ലേ 1 × 5 എന്നത് 5 എന്നും 5 × 1 എന്നുള്ളത് 5 എന്നും അങ്ങനെ അവ തമ്മിൽ സമമാണെന്നും പറയാൻ പറ്റുക. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ ഞാനിത് മായ്ക്കുകയാണ്. ഇതിന്റെ ബാക്കി ഞാൻ ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ വില എന്നത് 5 എന്നും വൈയുടെ വില എന്നത് 1 എന്നും എടുത്തു. ഇതിലെ വലിയ സംഖ്യ 5, ചെറിയ സംഖ്യ 1. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? എക്സിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോ അടിസ്ഥാനമാക്കി ആരെ ചോദിക്കുന്നുവോ അവൻ അടിയിൽ. ആരാണ് ഇവിടെ അടിയിൽ പോകേണ്ടത്? എക്സ് ആണ് അടിയിൽ പോകേണ്ടത്. എക്സിന്റെ വില എത്രയാ? 5. 5നെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം. അപ്പൊ അയാള് ബേസിൽ കിടക്കട്ടെ, താഴെ കിടക്കട്ടെ. മുകളിൽ എന്ത്? വൈ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വൈയുടെ വില മുകളിൽ. വൈ എത്രയാടാ? 1 മുകളിൽ. എത്ര ശതമാനം? ശതമാനം കാണാൻ ചോദിച്ചാൽ കണ്ണും പൂട്ടി 100 കൊണ്ട് ഗുണിച്ചേക്കണം. 1/5 × 100 എന്ന് കിട്ടി. 100ൽ എത്ര അഞ്ചുകൾ? 100ൽ 20 അഞ്ചുകൾ. നമ്മുടെ ഉത്തരമായി എത്ര? 20%. 20% ശരിയായ ഉത്തരം. അത് എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റോട് സെറ്റ് എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
മക്കളെ ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നോക്കിക്കോ, ഒരു സംഖ്യയുടെ 30% 20% തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് 116. എടാ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ വ്യത്യാസം എടുക്കും. ഈ ചില ചോദ്യങ്ങളിൽ തുക തരും, ഈ ശതമാനവും തമ്മിലുള്ള തുക ഇത്രയാണ് എങ്കിൽ സംഖ്യ ഏത്? തുകയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ കൂട്ടും. ഇവിടെ വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ശതമാനങ്ങളുടെ വ്യത്യാസം എടുക്കും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ് വ്യത്യാസം. 30-ൽ നിന്ന് 20 കുറച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും. ശതമാന വ്യത്യാസം എന്ന് പറയുന്നത് 10. ആ 10% എത്രയാടാ? 116 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? 25% എത്ര എന്നുള്ളതാണ്. 25% എത്ര എന്നുള്ളതാണ്. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെ ലോജിക്ക് വെച്ച് ആലോചിച്ചിട്ടും ചെയ്യാം. 10% എന്നത് 116. 25% നമ്മൾ കണ്ടുപിടിക്കുന്നു എത്ര എന്നുള്ളത്. ക്രോസ് ചെയ്തിട്ട് ആദ്യം ചെയ്ത് കാണിക്കാം, പിന്നീട് ലോജിക്ക് വെച്ചിട്ടും ചെയ്ത് കാണിച്ചു തരാം. ക്രോസ് ചെയ്താൽ ജോഡികളാക്കാൻ കഴിയുന്നവർ ആകാശത്ത് പറന്ന് നടക്കട്ടെ. 116ഉം 25ഉം ആകാശത്ത് ഗുണിക്കണം. താഴെ ആര്? സിംഗിൾ ആയിട്ടിരിക്കുന്നവൻ, അതായത് 10. 25നെയും 10നെയും നമുക്ക് 5 കൊണ്ട് ചെറുതാക്കാം. 25ൽ എത്ര അഞ്ചുകൾ എന്ന് ചോദിച്ചാൽ 5 അഞ്ചുകളാണ് 25. 10ൽ എത്ര അഞ്ചുകൾ എന്ന് ചോദിച്ചാൽ 10ൽ 2 അഞ്ചുകളാണ് ഉള്ളത്. 116നെയും 2നെയും നമുക്ക് ചെറുതാക്കാം. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് പകുതി കാണലാണ്. 116ന്റെ പകുതി 100ന്റെ പകുതി നിങ്ങൾക്കറിയാം 50. 16ന്റെ പകുതി നിങ്ങൾക്കറിയാം 8. അപ്പൊ 116ന്റെ പകുതി 58. 58 ഗുണിക്കണം 5 ചെയ്താൽ ഉത്തരായി. 58 ഗുണിക്കണം 5 വേണമെങ്കിൽ സൈഡിൽ കൊണ്ടുപോയിട്ട് സാധാരണ പോലെ ഗുണിക്കാം, അല്ലെങ്കിൽ 50 അഞ്ചുകൾ ചേർന്നാൽ 5 ഗുണം 5 25. 50 അഞ്ചുകൾ ചേർന്നാൽ 250 250. 8 അഞ്ചുകൾ ചേർന്നാൽ 8 5 40. അപ്പൊ ടോട്ടൽ എത്രയാ? 290. അപ്പൊ 25% എന്ന് പറയുന്നത് 290 ആണെന്ന് കിട്ടി. ഇതാണ് ശരിക്കും ചെയ്യുന്ന പരിപാടി അല്ലെ? ഇനി എന്താ എളുപ്പപ്പണി? എന്താ എടാ, 10% നമുക്ക് തന്നിട്ടുണ്ട്, അത് 116. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 25%. 25% കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 10% പ്ലസ് 10% പ്ലസ് 5% കൂട്ടണം അല്ലെ? 10% നമുക്ക് തന്നിട്ടുണ്ട് 116. അതിൻ്റെ കൂടെ ഒരു 116 കൂടി കൂട്ടിയ 5% എന്ന് പറഞ്ഞാൽ എത്രയാ? 10%ന്റെ പകുതിയല്ലേ 5%? അപ്പൊ 116ന്റെ പകുതിയാണ് ഇവിടെ എഴുതേണ്ടത്. 116ന്റെ പകുതി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 58. ഇത് മൂന്നും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. 6 6 12 8 20 0 2 11 11 22 5 27 2 29. അങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരം 290 തന്നെ. 290 ദേ കിടക്കുന്നടാ ഓപ്ഷൻ സിയിൽ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. 13ാമത്തെ ചോദ്യം ഇങ്ങനെ: ഒരു സംഖ്യയുടെ 3/5 ഭാഗത്തിന്റെ 60% എന്ന് പറയുന്നത് 36 എങ്കിൽ എന്താണ് സംഖ്യ? വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞിരിക്കുന്ന ട്രിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചെയ്യാം. ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ എന്ന് കണ്ടാൽ ഗുണിക്കുക. എന്തുകൊണ്ട്? ആ സംഖ്യയുടെ 3/5 ഭാഗം, 3/5 നമ്മൾ എഴുതി ഗുണിച്ചു. ആ ഭാഗത്തിന്റെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഗുണിക്കണം. എന്തുകൊണ്ട്? 60% കൊണ്ട്, അതായത് 60/100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി ഇത് നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തും. ഈ 0 കട്ട് ചെയ്ത് കളയാം. 6നെയും 10നെയും നമുക്ക് ചെറുതാക്കാം. എന്തുകൊണ്ട്? 6ൽ എത്ര 3കൾ? 6ൽ എത്ര 2കൾ? 3 2കൾ. 10ലോ? 10ൽ 5 2കൾ. അപ്പൊ നമുക്ക് ഇത് 36 ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ x ഇൻറ്റു 3 ഗുണം 3 9 ബൈ 5 ഗുണം 5 25 സമം 36 എന്ന് കിട്ടി. എങ്കിൽ എക്സിന്റെ വില എത്രയാ? എക്സ് എന്ന് പറയുന്നത് എത്രയാ?
അപ്പുറത്തൊരു 36 ഉണ്ട്. എക്സിന്റെ കൂടെ അധികപ്പറ്റായി നിൽക്കുന്ന 9/25 നമ്മൾ അപ്പുറത്തേക്ക് തട്ടും. താഴെ കിടക്കുന്ന 25 ആശാൻ മുകളിൽ പോകുന്നു. മുകളിലിരിക്കുന്ന 9 ആശാൻ താഴെ പോകുന്നു. ചെറുതാക്കാം. 36-ൽ എത്ര 9കൾ? 4 9കൾ. 4 ഗുണം 25 ചെയ്താൽ കിട്ടുന്നത് 100. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? 100 എവിടെ കിടക്കുന്നു? 100 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. അതാണ് ശരിയായ ഉത്തരം. നമ്മൾ നേരെ പോകുന്നു 14ാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, 14ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു സംഖ്യയുടെ 25% എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 1/3 8 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഇതിനെ കണക്കിന്റെ ഭാഷയിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. ഏതോ ഒരു സംഖ്യയുടെ 25% എന്നത് എന്തിനോട് തുല്യമാണ്? ആ സംഖ്യയുടെ 1/3 ആ സംഖ്യയുടെ നമ്മൾ ഗുണിച്ചു 1/3 ഇതിനേക്കാൾ 8 കുറവാണ് എങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനെ ഒന്ന് നല്ല അടുക്കും ചിട്ടയായിട്ടൊക്കെ എഴുതാം. 25-നെയും 100-നെയും ചെറുതാക്കാം. 100-ൽ നമുക്കറിയാം 4 25 ഉണ്ട്. അപ്പൊ ഈ ഭാഗം x/4 എന്നായി. സമം ഇതിനെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 1 × x എന്ന് പറഞ്ഞാൽ x തന്നെ /3 -8. ഈ രൂപത്തിലെത്തി. x/4 സമം x/3 - 8 എന്ന രൂപത്തിലെത്തി. ഇത് അപ്പുറത്ത് ഞാൻ സോൾവ് ചെയ്തു തരാം. അപ്പൊ നമ്മൾ എഴുതുന്നു x/4 സമം x/3 - 8. ഓക്കെ, എക്സിന്റെ ടേംസ് ഒക്കെ നമ്മൾ ഒരുമിച്ചാക്കുന്നു. ബാക്കി കോൺസ്റ്റന്റുകളൊക്കെ നമ്മൾ തനിച്ചാക്കുന്നു. അപ്പൊ ഇവിടെ -8നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അത് +8 ആയി. ഇവിടെ ഓൾറെഡി ആരുണ്ടടാ? x-3 ഉണ്ട്. ഇത് 3 ആണ് കേട്ടോ, 3. ഇവിടെ ഇരിക്കുന്ന x/4 അത് +x/4 അല്ലേ? നേരെ അപ്പുറത്തേക്ക് വരുമ്പോൾ -x/4 ആകുന്നു. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരായി. 8 എന്ന് പറയുന്നത് ഇത് ക്രോസ് ചെയ്യാം. 4 ഗുണം x 4x. നടുവിലുള്ള ചിഹ്നം ഇവിടെ മൈനസ് ആണ്, -8. 3 ഗുണം x അത് 3x ബൈ താഴെ ഇരിക്കുന്നവരെ ഗുണിക്കണം. 3 ഗുണം 4 ചെയ്താൽ കിട്ടുന്നത് 12. ഓക്കെ, അപ്പൊ 8 എന്ന് പറയുന്നത് 4x-ൽ നിന്ന് 3x പോയാൽ എത്രയാ? 4 പേനയിൽ നിന്ന് 3 പേന പോയാൽ ബാക്കി 1 പേന, അതായത് x മാത്രം. അപ്പൊ x/12 എന്ന് പറയുന്നത് 8 ആണ് എങ്കിൽ എക്സിന്റെ വില എത്ര? എക്സിന് ഇവിടെ നിർത്തി. ഹരിക്കണം 12-ന് നമ്മൾ അപ്പുറത്തേക്ക് തട്ടി. അവിടെ ആരുണ്ട്? അവിടെ ഓൾറെഡി 8 ഉണ്ട്. ഹരിക്കണം 12 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഗുണിക്കണം 12 ആകുന്നു. 12 ഗുണിക്കണം 8 ചെയ്താൽ കിട്ടുന്ന ഉത്തരം 10 8കൾ ചേർന്നാൽ 80, 2 8കൾ ചേർന്നാൽ 16, 80 16 ചെയ്താൽ കിട്ടുന്ന ഉത്തരം അത് 96. അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് 96 ആണ്. ഓപ്ഷൻ ബി ആണ്, സെറ്റാണ്. ഓക്കെ അല്ലേ? നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, 15ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 250 വിദ്യാർത്ഥികൾ ആകെയുണ്ട്. അതിൽ 110 വിദ്യാർത്ഥികൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു, 152 വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു, 53 വിദ്യാർത്ഥികൾ ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടാത്തത് എത്ര വിദ്യാർത്ഥികൾക്കാണ്? ക്രിക്കറ്റും ഫുട്ബോളും ഇഷ്ടപ്പെടാത്ത എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് കണ്ടെത്തണം. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. ചോദ്യത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കരുത് മക്കളെ, ആലോചിച്ച് മെല്ലെ ചെയ്തേ. ആകെ 250 കുട്ടികൾ. ഓക്കെ, ഇനി അതിലെന്താ? 110 വിദ്യാർത്ഥികൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫുട്ബോള് ഇഷ്ടപ്പെടുന്നവർ എത്ര പേര്? 110 പേര്. പിന്നെയോ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവര് 152 പേര്. ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നവര് എത്രയും തന്നിട്ടുണ്ട്? എത്ര? 53 പേര്. അപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാതിരുന്ന്? എടാ, ഈ ആകെ കുട്ടികളിൽ എത്ര പേരാണ് ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കാം. ഇതേ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഓർമ്മയുണ്ടോ? ഇരുചക്ര വാഹനങ്ങളുള്ളവരുടെയും കാറുള്ളവരുടെയും നമ്പർ തന്നിട്ട്
കാറും ബൈക്കും അല്ലെങ്കിൽ ഇരുചക്ര വാഹനം ഇല്ലാത്തവരുടെ എണ്ണം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അത് ചെയ്ത് പഠിച്ചവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇതെന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? 110ഉം 152ഉം കൂട്ടും. ഇത് രണ്ടും കൂട്ടും. എന്നിട്ട് അതിൽ നിന്ന് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കും. എന്താ കാരണം? എടാ, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം 110 അത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരുടെ മാത്രം എണ്ണമാണ് ആദ്യം എടുത്തത്. പിന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എടുത്തു. അപ്പോഴും 152 പേര് കണക്ക് കിട്ടി. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഫുട്ബോളും ക്രിക്കറ്റും രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഫുട്ബോള് ഇഷ്ടപ്പെട്ടവരുടെ എണ്ണമായ 110ൽ ആരും കൂടി വരും? ഈ 53 പേരിൽ ആരെങ്കിലും ഒക്കെ വരും. അതുപോലെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 152 പേരിലും എന്തുണ്ടാവും? ഈ 53 പേരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇത് തനിച്ചു കൂട്ടും, എന്നിട്ട് ഈ 53 കുറയ്ക്കും. സെയിം പരിപാടി, നേരത്തെ ചെയ്ത അതേ പരിപാടി. അപ്പൊ 110ഉം 152ഉം കൂടി കൂട്ടിയാൽ 110ഉം 152ഉം കൂട്ടുന്നു. 100ഉം 100ഉം 200, 200ഉം 50ഉം 250 പ്ലസ് 10 260 പ്ലസ് 2 262 എന്ന് കിട്ടി. ഈ 262ൽ നിന്ന് എന്ത് ചെയ്യണം? 53 കുറയ്ക്കണം. 53 കുറയ്ക്കണം. 260ൽ നിന്ന് 50 പോയാൽ 210. ബാക്കി 2ൽ നിന്ന് 3 പോവില്ല. നമ്മൾ ഈ 10നെ അപ്പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പൊ 200 മാത്രം ഇവിടെ വെക്കുന്നു. അപ്പൊ 10ഉം ഈ 2ഉം ചേർത്ത് 12 ആകുന്നു. 12ൽ നിന്ന് 3 പോയാൽ 9. ഓക്കെ, അപ്പൊ 200ഉം 9ഉം ചേർന്നാൽ 209 ഇവരുടെ വ്യത്യാസം. അതായത് ഇവിടെ കൂട്ടിക്കിട്ടിയ 262ൽ നിന്ന് 53 കുറച്ചപ്പോൾ കിട്ടുന്ന ഉത്തരം അത് 209. ഇനി കണ്ടുപിടിക്കാലോടാ. ആകെ 250 പേരുണ്ട്. ആകെയുള്ള 250 പേരിൽ നിന്ന് ക്രിക്കറ്റും ഫുട്ബോളും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അത് 209. ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, 250ൽ നിന്ന് 200 പോയാൽ ബാക്കി 50. 50ൽ നിന്ന് 9 പോയാൽ ബാക്കി 41. അപ്പൊ 41 പേർക്കാണ് ക്രിക്കറ്റും ഫുട്ബോളും ഇഷ്ടപ്പെടാത്തത്. ക്ലിയർ അല്ലേ? 41 ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പൊ മക്കളെ, ഞാൻ വീണ്ടും എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ 2ഓ 3ഓ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. എൻ്റെ നമ്പർ 8330080077 എന്നാണ്. എൻ്റെ പേര് നിഖിൽ എംസെറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം, ഡൗട്ടുകൾ ചോദിക്കാം. പഠിച്ച് മുന്നേറുക. ഉറപ്പായും നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ, അതിനുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായും ജീവിതത്തിൽ സംഭവിക്കും. ആ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.